നല്ല മാറ്റം വന്നില്ലെങ്കിൽ കളക്ഷന് പണി അറിയില്ലെന്ന് പറയും. സിങ് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബ് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു 90% നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പഠിച്ചിറങ്ങി നെക്സ്റ്റ് ഡേ മുതൽ ഇവർക്ക് അസിസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഫിൽട്ടർ ചെയ്യുന്നത്. ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്, സപ്ത റെക്കോർഡ്സ്. ഈ സപ്ത റെക്കോർഡ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ആൻഡ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഹരിചേട്ടനാണ് പറഞ്ഞിരുന്നത്. ഹായ് ഹരിചേട്ടാ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു മൂവി നമുക്ക് ഇവിടെ കൈ കിട്ടുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യാറ് എന്ന് നമുക്ക് പറയാം. ഒരു മൂവിയുടെ ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഫ്രം ഡബിങ് ടു പടം തിയേറ്ററിലെത്തിക്കും തൊട്ട് മുന്നായിട്ടുള്ള മാസ്റ്ററിങ് അടക്കമുള്ള എല്ലാ പരിപാടികളും ഇവിടെ പോകുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മൂവി കിട്ടുവാണെങ്കിൽ ആ മൂവിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? മൂവി ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ഇപ്പം ഒരു എഡിറ്റിംഗ് സെറ്റപ്പ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാ പടത്തിനും അവരുടെ സ്വന്തം എഡിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു എഡിറ്റ് ഷൂട്ട് അവൈലബിൾ ആണ്. ഷൂട്ട് കഴിഞ്ഞാൽ ആദ്യം എഡിറ്റിലോട്ടേക്കാണ് വരിക. അപ്പം എഡിറ്റിലേക്ക് നമുക്കൊന്ന് പോവാം. ഇവിടെ ഓക്കെ. അപ്പൊ ഇതാണ് എഡിറ്റിംഗ് റൂം അല്ലേ? അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും ഓരോ സെക്ഷൻ എന്ന് പറയുന്നത്? ഷൂട്ട് കഴിഞ്ഞ റഷസ് എല്ലാം ഇവിടെ വരും. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. ഒരു ഫസ്റ്റ് കട്ട് പരിപാടികളൊക്കെ ഇവിടെ നടക്കും. ഓക്കെ. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം അവിടെ സ്പോട്ട് എഡിറ്റിംഗ് സംഭവം ഈ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള സിനിമ വരുമ്പോഴാണോ സ്പോട്ട് എഡിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോഴത്തെ ഓൺ ലൊക്കേഷനിലുള്ള കണ്ടിന്യൂറ്റി കാര്യങ്ങൾ അറിയാനും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഫൈനൽ എഡിറ്റിങ്ങിന് നമ്മൾ കൂടുതൽ ആ വിഷ്വൽസ് ആരും യൂസ് ചെയ്യാറില്ല. അപ്പൊ ചെയ്ത എഡിറ്റും റെഫറൻസും നമ്മൾ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവാൻ ടൈമിൽ അവിടെ എല്ലാം കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂവി കഴിഞ്ഞ് ആ മൂവി പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് എഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞു, നമ്മൾ അതിൻ്റെ കണ്ടു. അടുത്തത് എന്താണ്? ഇനി അടുത്തത് വരുന്നത് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഡബിങ് തുടങ്ങും. ഓക്കെ. ഈ മൂവീസ് എല്ലാം ചെയ്തത് ഇവിടുന്നാണോ? അതെ. ഓക്കെ ഓക്കെ. കൂടുതലും സൗണ്ട് കടുവേന്റെ കംപ്ലീറ്റ് ചെയ്തത് കടുവയുടെ മിക്സ് ഇവിടെയായിരുന്നു. മിക്സ് ഇവിടെയായിരുന്നു. ഓക്കെ. ഇരട്ട റോഷാക്കിന്റെ ഡബ് മിക്സ് ഇവിടെയായിരുന്നു. അതല്ലേ? സൗണ്ട് പോലെ തന്നെ പ്രധാനമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് VFX. ഇത് നമ്മുടെ ഒരു VFXൻ്റെ ഒരു ഭാഗമാണ്. വേറെ തന്നെ ഒരു ലോകത്തെത്തി പോലെ. ഇത് ഡിക്സൺ നമ്മുടെ VFXൻ്റെ സൂപ്പർവൈസറാണ്. ബാക്കി ഡീറ്റെയിലുകൾ. അപ്പം ഒരു മൂവി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ VFX സൈഡ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? എവിടെ തൊട്ടിട്ടേ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ വേണം? സാധാരണ നമുക്ക് പടം പ്രീ പ്രൊഡക്ഷൻ തൊട്ട് തന്നെ ചിലപ്പോൾ VFX കണ്ടന്റ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൂവീസ്. ചില മൂവീസിൽ നമുക്ക് VFX കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് നമ്മൾ DOPയും ഡയറക്ടറിൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ അക്കംപ്ലിഷ് ചെയ്യാൻ നോക്കണത് നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ആ ഒരു ജേർണി സ്റ്റാർട്ടാവും. ബട്ട് ചെറിയ പടങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ മേ ബി മിനിമൽ ക്ലീനപ്സ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷൻ അധികം പ്ലാൻസ് ഒന്നും ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്ത ടർബോ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഐസ് സ്നോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് സെറ്റിൽ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെയൊക്കെ എന്തൊക്കെ കണ്ടൻറ്റ്സ് വരേണ്ടതെന്ന്. പിന്നെ അത് നമ്മളിവിടെ പ്രൊഡക്ഷനിൽ നമുക്ക് പിന്നെയും റീക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വേണം എന്നല്ലേ പറയുന്നത്? അതെ. ഇറ്റ് ഡിപ്പെൻഡ്സ്. ബട്ട് ക്ലീനപ്പ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അധികം ഒന്നും പ്ലാൻ ചെയ്യാറൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. അത് ഫ്ലോയിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോകും. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പിന്നീട് ചെയ്യണത്. അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും എല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും.
സെറ്റിലൊക്കെ തന്നെയാണോ എഡിറ്റിംഗ് നടക്കുക അതോ? അല്ല, ബേസിക്കലി ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആംബിയൻസ് ഇതായിരിക്കും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണത്. ബിക്കോസ് നമുക്ക് കളർ ന്യൂട്രലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ജഡ്ജ്മെൻറ്റും കുറച്ചും കൂടി, ബിക്കോസ് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് എൻവയറമെൻറ്റുകൾ മാക്സിമം പ്രിഫർ ചെയ്യും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം രണ്ടും നമ്മൾ മിക്സ് ചെയ്യും. ബിക്കോസ് എല്ലാത്തിനും അത്രയും ഫാറ്റിക്, ഡാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിന് ഫാറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിവ്യൂ സമയത്ത് മാത്രം ഡാർക്ക് ആക്കും, അല്ലാത്ത സമയത്ത് ലൈറ്റ് ആണ് വർക്ക് ചെയ്യും. ലൈറ്റ് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഡാർക്കിൽ വെക്കുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു ഔട്ട് എങ്ങനെയാണെന്ന് കറക്റ്റ് നമുക്ക് മോണിറ്റേഴ്സിൽ റിഫ്ലക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് അൺവാണ്ടഡ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാർക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് തിയേറ്ററിൽ എന്തായിരിക്കും എക്സ്പീരിയൻസ് നമുക്ക് ഏകദേശം ഒരു വേഗ് ഔട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഡാർക്കിൽ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ AI പറഞ്ഞ ഒരു സംഭവം VFX വേൾഡിലോട്ട് ഭയങ്കരമായിട്ട് അത് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പല രീതിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ രീതിയിലായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ ഒരു പ്രീമിയം ആഡാണ് ദുബായിത്തെ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂം ബ്രാൻഡാണ് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ബോർഡ് ഞങ്ങൾ ആക്ച്വലി AI-യിലാണ് ക്രിയേറ്റ് ചെയ്തത്. സ്ലൈഡ്സും കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് നമ്മുടെ ക്ലയൻറ്റ് അവർ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ക്ലയൻറ്റാണ്. അപ്പോൾ അവരുടെ സൈഡിൽ തന്നെയാണ് തന്ന സ്റ്റോറി ബോർഡ്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ രീതിയിൽ AI-യിൽ മോഡിഫൈ ചെയ്തിട്ട് അത് ഞങ്ങൾ പിന്നീട് അതിപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് ആണ് കറൻ്റ്ലി. അപ്പോൾ ഇത് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇന്ന് കാണിച്ചു നേരത്തെ കണ്ട ആ കോൺസെപ്റ്റ് ഇപ്പോൾ അത് ലൈഫിലോട്ട് വരണത്. നമുക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റും. അതെ, നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ ഇല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അറൗണ്ട് 3 to 4 days ഒക്കെ വരും. പ്ലസ് അവരുടെ ടൈം അധികം എടുക്കും. സെയിം നമ്മൾ AI-യിൽ ചെയ്യുമ്പോഴത്തേക്കും മേ ബി ഒരു 10 hours തീർക്കണപ്പോൾ നമുക്ക് 2 hours തീർക്കാൻ പറ്റും. ആൻഡ് വി വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് ദ സെയിം ക്വാളിറ്റി. പിന്നെ ഞങ്ങളുടെ അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ മാനുവൽ ടച്ചസ് പുറത്ത് ഞങ്ങളുടെ രീതിയിൽ അത് മാറ്റിയെടുക്കുക. ഇത് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ഒരു പ്രീമിയം പെർഫ്യൂമിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ്. ഇവിടെയും വളരെ സജീവമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ആയിട്ട്. അതെ. ഏത് നമ്മളതിനെ പുച്ഛിച്ച് ഇന്നത്തെ കാര്യമില്ല. അതിൻ്റെ കൂടെ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ലാഭിക്കാൻ പറ്റും. പ്ലീസ് നമുക്കിപ്പോൾ ബഡ്ജറ്റും ഭയങ്കരമായിട്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് എല്ലാ ക്ലയൻറ്റിനും അധികം ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ള പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിട്ട് കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാം. ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് സ്റ്റുഡിയോ ആണിത്. നമുക്ക് ഇതിപ്പം കേരളത്തിലെ തന്നെ ഫസ്റ്റ് വൺ ഇതാണ്. കേരളത്തിലെ രണ്ടാമത്തെയും കൊച്ചിയിലെ ആദ്യത്തെ അറ്റ്മോസ് ആണ്. സോ ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്ന് കയറി ചെല്ലാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്കൊന്നറിയാം. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഡോൾബി അറ്റ്മോസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു മൂവിൻ്റെ ഇത് ആക്ച്വലി ഒരു തിയേറ്ററിൻ്റെ തന്നെ ഒരു സ്റ്റിമുലേഷൻ ആണ്. നമ്മൾ അറ്റ്മോസ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കാണുന്ന സെയിം പരിപാടികൾ തന്നെയാണ് ഇവിടെ നിന്നാണ് മിക്സ് എല്ലാം നടക്കുന്നതും ഓഡിയോൻ്റെ മാസ്റ്റർ ഡെലിവറീസ് ഒക്കെ പോകുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ആ ഒരു ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ഇന്ന് തിയേറ്ററിൽ നിന്ന് ആ ഒരു ഓഡിയോ ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഒരു സിനിമ? ഒരു പരിധിവരെ നല്ല തിയേറ്റേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഓഡിയോന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തിയേറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞ ചില തിയേറ്റേഴ്സ് ഇപ്പോഴും പറഞ്ഞ ക്വാളിറ്റിയിലോട്ട് എത്താത്തുണ്ടെങ്കിൽ ഒരു 80% നല്ല തിയേറ്റേഴ്സാണ് ഇപ്പോൾ. അപ്പം നമുക്ക് അധികവും എന്താണോ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവം നമുക്ക് തിയേറ്ററിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം സിനിമയുടെ എഡിറ്റിംഗ് കഴിഞ്ഞു, VFXന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ഡബിങ്ങിലേക്ക് പോവുകയാണ്. അപ്പം ഡബിങ്ങിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന? വീഡിയോ നമുക്ക് ഡബിനായിട്ട് ഇവിടെ വരും. ഡബിങ് സ്റ്റുഡിയോ. ഓക്കെ. അവിടെ നിന്നിട്ടായിരിക്കും ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അത് വോയിസ് ബൂത്ത് എന്ന് പറയും. ഇതാണ് നമ്മുടെ കൺസോൾ റൂം. ഓക്കെ. നമുക്ക് പല സൗണ്ട്
ഡബിങ് എല്ലാം ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഇവിടെ എഞ്ചിനീയറും ഡയറക്ടറൊക്കെ ഉണ്ടായിരിക്കും, ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു. ആർട്ടിസ്റ്റ് അവിടെ ആയിരിക്കും. ആർട്ടിസ്റ്റ് ഡബ് ചെയ്യുന്ന വോയിസ് ബൂത്തിലോട്ട് പോവാം. ഓക്കെ, വോയിസ് ബൂത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇപ്പം നമ്മൾ അധികവും ഈ സിങ്ക് സൗണ്ടും കാര്യങ്ങളും ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു ഡബിങ്ങിലേക്കും അല്ലെങ്കിൽ ഓഡിയോ മിക്സിങ്ങിലേക്കും ഒക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും, പിന്നെ നമ്മൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക? സിങ്ക് സൗണ്ട് എന്ന് പറയുമ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ അവിടുത്തെ പെർഫോം ചെയ്യുന്ന ഡയലോഗുകളൊക്കെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ ഡബിങ്ങിനെ സംബന്ധിച്ച് അവിടെ എന്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഡയലോഗുകളുണ്ടോ അതെല്ലാം വീണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്യണം. സിങ്ക് സൗണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ എങ്ങനെ പെർഫോം ചെയ്തോ അതപ്പോൾ തന്നെ അതേപോലെ തന്നെ ആ ഒരു നാച്ചുറാലിറ്റിയിൽ നമുക്ക് കിട്ടും. പിന്നെ വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബ് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു 90% നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ നോയ്സി ആയിട്ടുള്ള ഏരിയകളോ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയില്ല എന്ന് തോന്നുന്നു മാത്രം ഡബ് ചെയ്താൽ മതിയാവും. അപ്പൊ അത് മിക്സ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? ലൈക്ക് ഈ സൗണ്ടിന്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം? ഇപ്പോൾ ഒരേ ആളുടെ തന്നെ ആണെങ്കിൽ ഇപ്പം ഒരു ഡയലോഗ് പറയാണെന്ന് വിചാരിച്ചു, അപ്പൊ അടുത്ത ഇതിൽ നമുക്കധികം സിങ്ക് സൗണ്ടിൽ അധികം പെർഫെക്ഷൻ വന്നിട്ടില്ല എങ്കിൽ നമ്മളിപ്പോ ഡബ് ചെയ്യാണെന്ന് വിചാരിച്ചാൽ ആ രണ്ട് സൗണ്ടും തമ്മിലുള്ള പ്ലഗിൻസ് അവൈലബിൾ ആണ്. അപ്പം അതെല്ലാം വെച്ചിട്ട് ടോണൽ മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, ഇവിടെ ഇപ്പം ഏതൊക്കെ മൂവീസിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഏതെങ്കിലും മൂവി ഉണ്ടോ, അതോ എല്ലാം ക്ലിയർ ആയിട്ട് പോയിട്ട്? അത് സ്വാഭാവികമായിട്ട് എല്ലാ മൂവീസിലും, ഇപ്പോൾ സിങ്ക് സൗണ്ട് എടുക്കുന്ന എല്ലാ മൂവീസിലും ചിലപ്പോൾ ഈ പറഞ്ഞ നോയ്സി ഏരിയാസ് ഉണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വീണ്ടും ഡബ് ചെയ്യും. അപ്പം ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ? നമ്മൾ സിങ്ക് സൗണ്ട് ചെയ്യുന്നത് തന്നെയാണോ അതോ? അത് രണ്ടും ആ സിനിമയുടെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പം പൂർണ്ണമായിട്ട് സിങ്ക് സൗണ്ടിൽ പോയാൽ മാത്രം നന്നാവുന്ന സിനിമകൾ ഉണ്ടാവും ഡയലോഗ്സിന്. അപ്പോൾ അതേപോലെ തന്നെ ഡബ് ചെയ്തിട്ട് സിങ്ക് സൗണ്ട് പോലെ ആക്കി പോകുന്ന സിനിമകളും ഉണ്ട്. രണ്ടും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉള്ളതാണ്. ഇത് നല്ലത് മറ്റത് നല്ലതല്ല എന്നുള്ളൊരു ഇത് പറയാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റെതായിട്ടുള്ളത് തന്നെയുണ്ട്. ഓക്കെ, ഇപ്പം ഒരുപാട് തുടക്കക്കാർക്കൊക്കെ അവർ ഈ സിങ്ക് സൗണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം നമുക്ക് സൗണ്ട് ആണെങ്കിലും ചിലപ്പോൾ ഒരുപാട് നോയ്സ് വന്നേക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ ആലോചിക്കണം എവിടെയാണ് നമ്മളത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു നോയ്സി ആയിട്ടുള്ള ഏരിയ ആണോ അല്ലെങ്കിൽ സ്റ്റോറിയിൽ അത് വരുന്നത് എവിടെയാണ് നമ്മളൊക്കെ നേരത്തെ ആലോചിക്കണം. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെന്യൂ പോലും അതിനനുസരിച്ച് നമ്മൾ സിങ്ക് സൗണ്ട് ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഈ തുടക്കക്കാർക്കാണ് ഇപ്പൊ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ആദ്യം ചിലപ്പം അറിയില്ലായിരിക്കും, ലൈക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നീടാണല്ലോ. ഇതേപോലെ നമ്മൾ ഡബിങ് ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ട് പലരും സിങ്ക് സൗണ്ടോട്ട് പോകാറുണ്ട്, പിന്നീട് അത് പാളാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. നമ്മളൊരു വീട് നോക്കും, അവിടെ പോയി ഷൂട്ട് ചെയ്യും. കൃത്യമായി ഷൂട്ട് ചെയ്യുന്ന ദിവസമായിരിക്കും തൊട്ടടുത്ത് കൂടി റെയിൽവേ ഉള്ളതെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമില്ലാത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ റോങ്ലി എഫക്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ അത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ സിനിമയിലും അതെല്ലാം സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ടൈമില് ഈ സൗണ്ടിന്റെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കാം. അപ്പോൾ എന്നാലും നമുക്ക് സംബന്ധിച്ച് ഓഡിയോ ആയി ബന്ധപ്പെട്ടവർക്ക് ഇതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷെ എന്നാലും ഒരു പുതിയതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വളരെ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറയുമോ? നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞൊരു എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡബിലോട്ട് വരുന്നു. ഈവൻ ഡബ് സിനിമയാണെങ്കിൽ നമ്മൾ ഡബ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ സിങ്ക് സൗണ്ടിന്റെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സിലോട്ട് പോകും. ആ സമയത്ത് ആവശ്യമില്ലാത്ത നോയ്സുകളൊക്കെ ക്ലീൻ ചെയ്ത് ഡയലോഗിനെ പ്രൊമൈൻഡ് ആക്കുക എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വരുന്നൊരു പരിപാടിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ. സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പം ഒരു സിനിമയെ സംബന്ധിച്ച് ഡയലോഗ് മാത്രമല്ലല്ലോ, ആംബിയൻസസ് ഉണ്ടാവും. ഇപ്പോൾ ആ വെന്യൂവിലുള്ള കാറ് അല്ലെങ്കിൽ നടക്കുന്ന സൗണ്ട്, ഇരിക്കുന്ന സൗണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു 3-4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആംബിയൻസ്, ലൈൻ എഫക്ട്സ്, ഫോളി എഫക്ട്സ്, ഫോളി സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ലെയർ ചെയ്യാനായിട്ട് തുടങ്ങും. ആംബിയൻസ്, ഫോളി ഒക്കെ ലെയർ ചെയ്യാനായിട്ട് തുടങ്ങും. മോസ്റ്റ്ലി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഈ സൗണ്ട് ഡിസൈനറുടെ റെക്കോർഡിസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും, അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ പിന്നീട് എഡിറ്റ് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആംബിയൻസ് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ വെഹിക്കിൾസ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം പിന്നീട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഫിലിംസിൻ്റെ കൂടെ ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫോളി എന്ന് പറയുന്നത് എൻറ്റയർലി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
അപ്പം ആർട്ടിസ്റ്റ് നടക്കുന്നതും ഇരിക്കുന്നതും അവർ ആക്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫോളി ആർട്ടിസ്റ്റ് വീണ്ടും പെർഫോം ചെയ്യും. ഈവൻ അവർ ഇങ്ങനൊരു കൈ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതുവരെ ഈ ഫോളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യും. അത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം വരുവാണെങ്കിൽ നമ്മൾ ഇപ്പം ആ ഒരു ഫോളി ആർട്ടിസ്റ്റ് ഇപ്പം നടക്കുവാണെങ്കിൽ അയാൾ നടക്കുക, ഫോളി ആർട്ടിസ്റ്റ് നടന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇത്രയും ലെയേഴ്സ് എല്ലാം വന്ന ശേഷമാണ് ഇത് മിക്സിലോട്ട് പോകുന്നത്, സൗണ്ട് മിക്സിലേക്ക്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു മൂവിക്കാണെങ്കിലും ഷോർട്ട് ഫിലിമിനാണെങ്കിലും സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മിക്സിംഗിലേക്ക് കിടക്കുന്നുള്ളൂ. ഇനി നമുക്ക് സിനിമേന്റെ കളറിംഗ് ഭാഗങ്ങളിലേക്കൊന്ന് പോവാം. അപ്പൊ ചേട്ടാ, ഒരു സിനിമ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ കളറിംഗ് സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? സിനിമ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഓൾറെഡി ഒരു ലോ ക്വാളിറ്റിയിലായിരിക്കും ഇത് എഡിറ്റർ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ അവർക്ക് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ വിഷ്വൽ അതിൻ്റെ ഫ്ലോ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഒറിജിനൽ അതിനെ റോ എന്ന് പറയാം. അത് ഒറിജിനൽ നമുക്ക് മുന്നേ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. എഡിറ്റ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും എവിടെയാണോ ഡി ചെയ്യുന്നവർ കളറിങ് ഉറപ്പിച്ചിട്ട് ഒറിജിനൽ ഹാർഡ് ഡിസ്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. അത് ഹാർഡ് ഡിസ്കുകൾ എന്ന് പറഞ്ഞാൽ 60-70 ഹാർഡ് ഡിസ്കൊക്കെ ഉണ്ടാവും കേട്ടോ 4T. അത് ഡിപ്പെൻഡ്സ് ഓൺ ക്യാമറ ഡേയ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം ചിലപ്പോൾ DOP വന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും 2-3 ഷോട്ടുകൾ. എന്നിട്ട് നമ്മൾ അവർക്ക് ഓക്കെ ആണെങ്കിലാണ് നമ്മളെ കൊണ്ട് ചെയ്യുള്ളൂ. അതായത് കളറിസ്റ്റ് ആര് വേണമെന്ന് അവർ തീരുമാനിക്കും. DOPക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നേ വർക്ക് ചെയ്ത് സ്ഥിരം വർക്ക് ചെയ്യുന്ന DOP ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ വലിയ DOPകളാണെങ്കിൽ അവർ വന്നിപ്പോൾ പുതിയൊരാളാ കളറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അവരൊന്ന് ഒരു ദിവസം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിലാണ് അത് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്റ്റുഡിയോ മാറ്റും, അല്ലെങ്കിൽ കളറിസ്റ്റ് മാറ്റും. നമുക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ടെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വലിയ പടമായാലും ചെറിയ പടമായാലും ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പടം ചെറിയ പടം എന്നൊന്നുമില്ല. നമുക്ക് എന്ത് നമ്മുടെ കയ്യിൽ കിട്ടണോ അതിനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ, ആ പടത്തിന് എന്താണ് ആ വിഷ്വൽ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് കോൺട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് നമ്മൾ പറയും, ചെയ്തു കൊടുക്കും. നമുക്ക് ഇതുവരെ അങ്ങനെ ചെയ്ത വർക്കുകളൊക്കെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ലാസ്റ്റ് സീക്രട്ട്, ദേവദൂതൻ, പിന്നെ സിക്കാട എന്ന് പറഞ്ഞൊരു മൂവി, അതിപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതൊരു 5 ലാംഗ്വേജ് ഒരു ത്രില്ലർ ടൈപ്പ് സാധനം. അത് വിഷ്വല് നല്ല വിഷ്വലാണ്. അത് ദേവദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഔട്ട്പുട്ടുമ്മയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതുമുന്നാണ് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ അതിൽ കുറേ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മളത് ഒരു 3 മിനിറ്റ് അവർക്ക് ടെസ്റ്റ് കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് അവർ ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, അത് ആരും ചെയ്തിട്ടില്ലല്ലോ, ഇതെങ്ങനെ വരും, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്ന് അവർക്ക് ജസ്റ്റ് ഒരു 3 മിനിറ്റ് ടെസ്റ്റ് കൊടുത്തിട്ട് ആണ് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ ഫിലിമിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത് വന്നു. അതിനുശേഷം അതിൻ്റെ ഫിലിമിൻ്റെ ജമ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു ബേസ് ഗ്രേഡ് ചെയ്തു, എന്നിട്ട് CG കോളുകൾ CGക്ക് കൊടുക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വിത്ത് നമ്മൾ എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇവിടെ തന്നെ ചെയ്യണം. അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ വർക്ക് ഫ്ലോ പോലെ അല്ല, അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഓഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം അതും കൂടി കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് അറ്റ്മോസിനെ അയക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും ഇത് സിങ്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ ഡബ്ബൊന്നും ചെയ്യുന്നില്ലല്ലോ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റുമെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എഡിറ്റർമാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അത്ര ഹെവി ഫയലാണ്. അപ്പോൾ അത് സാധാരണ എഡിറ്റർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർ ഇഷ്ടത്തിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ആക്ച്വലി ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് സാറ് വന്നു, സാറ് പറഞ്ഞു ഇന്ന പോയിന്റ്സ് വേണം. അതായത് ഇപ്പൊ ട്രിം ചെയ്തത് മാത്രം, മുന്നത്തെ എഡിറ്റ് വേറെ എഡിറ്റുണ്ട്. ആ എഡിറ്റ് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ അതിലൊരു ലോ ക്വാളിറ്റി ഫയൽ ഇല്ല, ഹൈ ക്വാളിറ്റി. അതിന് ലോ ക്വാളിറ്റി ആക്കിയാലും ഇപ്പോഴത്തെ പോലെ തന്നെ ഡാറ്റാബേസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അതിന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പടം ഔട്ട് ഇറങ്ങിയിട്ട് ആ ഔട്ടുമ്മ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു XML, അതുപോലെ ഓരോ ഇപ്പോൾ നമ്മളെ റെഡ് അലക്സയൊക്കെ പോലെ ക്യാമറയ്ക്ക് അതിൻ്റെ ഒരു ഡാറ്റ ഉണ്ട്. ഓരോ ക്ലിപ്പിനും നിങ്ങളിപ്പോൾ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിപ്പ് നെയിം ഉണ്ടല്ലോ, അതുപോലെ ഓരോ ക്ലിപ്പിന് നെയിം അതിനൊരു ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ആ ക്ലിപ്പ് അത് എഡിറ്റർ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡാവിഞ്ചിയിലും ബേസിലായിട്ടായാലും ഇവിടെ അത് റീഡ് ചെയ്തിട്ട് എഡിറ്റർ എന്താണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ഒറിജിനൽ ഫയൽ ഇവിടെ മാച്ച് ആവുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഒരു പ്രോഡക്റ്റ് ആണ്, അതിന് ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ഇത് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ SN സ്വാമി ധ്യാൻ ശ്രീനിവാസന്റെ പടമാണ്.
ഇത് നമുക്ക് കയ്യിൽ കിട്ടുന്ന വിഷ്വലും അതിന്റെ കയ്യിൽ കിട്ടുന്ന വിഷ്വല് ഇതായിരിക്കും എഡിറ്റർ ഭാഗത്തു നിന്ന് നമുക്ക് തരുന്ന ഒരു DI റഫറൻസ് എന്ന് പറയാം. ഇതായിരിക്കും ഓഡിയോനും ഡബ് എഫക്ട്സ് മിക്സിനൊക്കെ പോവാം. ഫൈനൽ മിക്സിന് നമ്മൾ ഗ്രേഡ് ചെയ്ത് ഔട്ട് കൊടുക്കും. ഇതായിരിക്കും എഡിറ്റർ തരിക. നോർമൽ ഒരു കളർ ഉണ്ട്, ചിലപ്പോൾ ചിലത് വെളുത്തിരിക്കും, ചിലത് കറുത്തിരിക്കും, ഡിപ്പെൻസ് ആണ്. അത് ക്യാമറ ടീം കൺവേർട്ട് ചെയ്തിട്ട് ലോ ക്വാളിറ്റി കൊടുക്കുക, അങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഇത് വെച്ചിട്ട് കണ്ട, ഇത് എഡിറ്റർ തന്ന ഔട്ട്, ഇത് നമ്മൾ ചെയ്യുന്ന ഔട്ടാണ്. അതൊക്കെ മാറും. അത് കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളതിനെ, ഇതാണ് ഇതിൻ്റെ റോ, ഇതാണ് ഷൂട്ട് ചെയ്ത് വരുന്ന ക്യാമറയുടെ റോ. അതിനെയാണ് നമ്മൾ ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കുന്നത്. ഇതിന് നോഡ് ട്രീ എന്ന് പറയും, കളറിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഇതിൽ സ്കിന്ന്, അതിൻ്റെ ലുക്ക്, ഓരോന്നോരോന്ന് വർക്ക് ചെയ്തെടുക്കണം. ഓരോ ഭാഗവും അപ്പോൾ സ്കിന്ന് സെപ്പറേറ്റ് എടുക്കണം. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളർ മാറ്റണം, ഇപ്പോൾ പച്ച കളർ മാറ്റണം. ഇവിടെ ഡാർക്കിഷ് ആക്കും, കണ്ട ഇവിടെ അണ്ടർ ആക്കിയിട്ടുണ്ട് കുറച്ച്, കണ്ട അത് അങ്ങനത്തെ എല്ലാനോടും കൂടി കൂടുമ്പോഴാണ് ഈ ഫിനിഷ്ഡ്. നമ്മൾ കറിക്ക് വെക്കുന്ന പോലെ എല്ലാ സാധനം കൂടി ആകുമ്പോഴുള്ള കറക്റ്റ് ചേരുമ്പോൾ അതന്നെ. നല്ല മാറ്റം വന്നില്ലെങ്കിൽ കളക്ഷന് പണി അറിയില്ല എന്ന് പറയും. ഇപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ലൈറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ ക്യാമറ സെറ്റിങ്സ്, അതിന് ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കണം. ഈ കോസ്റ്റ്യൂമിന്റെ എന്തെങ്കിലും കോസ്റ്റ്യൂം പാലറ്റ് സെറ്റ് ചെയ്യും. അത് കൂടുതൽ ആഡുകൾക്കൊക്കെ എന്തായാലും ചിലപ്പോൾ നമ്മളോട് മുൻകൂട്ടി ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി കോസ്റ്റ്യൂമും DOP ഇരുന്നിട്ട് ഒരു പാലറ്റ് സെറ്റ് ചെയ്യും. എന്നാലും അത് നമ്മൾ വിചാരിച്ച ഒരു വർക്കൗട്ടിലേക്ക് വരുള്ളൂ. നമുക്ക് എല്ലാ സിനിമയ്ക്കും പാലറ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൃശ്യം 2 പോലത്തെ ഒരു പടം, അതിൽ സാധാരണക്കാരനാണ്, അവനെപ്പോഴും നീല ഷർട്ടും വല്ലാത്തതും അങ്ങനെ സാധനങ്ങൾ പോസിബിൾ അല്ല. ഇപ്പോൾ ബ്രോഡായിട്ട് പോലെ പടത്തിന് പറ്റും. എന്ന് വെച്ചാൽ ഒരു ലക്ഷറി ജീവിക്കുന്ന അവർക്ക് ഇന്ന കാർ ഉപയോഗിക്കാം, ഇന്ന ഇന്റീരിയറുള്ള വീട് ഉപയോഗിക്കാം. അപ്പോൾ ഡിപ്പെൻസ് പടത്തിൻ്റെ ഇതനുസരിച്ചാണ് പാലറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 5 to 10-15 days 10 days നോർമൽ പടങ്ങൾ കഴിയും. പിന്നെ ഭയങ്കരമായിട്ട് കട്ട്സ്, അതായത് ഇതൊരു റീൽ വൈസ് ആണ് പടങ്ങൾ വരിക. റീൽ 1 241 കട്ട്സ് ആണുള്ളത്. പക്ഷേ റീൽ 4 412 കട്ടുണ്ട്. ഡിപ്പെൻസ് കട്ട് അനുസരിച്ചാണ് നമുക്ക് DIക്ക് ടൈം കൂടുതൽ എടുക്കുക. അത് ഫൈറ്റൊക്കെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ മൾട്ടിപ്പിൾ ക്യാമറാസ് ഉണ്ട്. നൈറ്റ് ഇത് സോണി വെനീസ് എന്ന് പറഞ്ഞ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സീക്വൻസ് ഉണ്ടല്ലോ, ഫൈറ്റ് സീക്വൻസ് ആണ്. ഇതിൽ വെനീസ് ഉണ്ട്, അലക്സ ഉണ്ട്, റെഡ് ഉണ്ട്. 3 ക്യാമറ ഉണ്ട്. മൂന്ന് സ്വഭാവമാണ് ക്യാമറയ്ക്ക്. അത് 3 കൂടി മാച്ച് ചെയ്യണം, ഒറ്റ ടോണായിരിക്കണം. ഇത് നമ്മുടെ DIയുടെ കൺഫോമിങ് സെക്ഷനാണ്. അതായത് നമ്മുടെ എഡിറ്റർ അയച്ചു തന്ന XML അതുപോലെ ഒറിജിനൽ റഷും ഇവിടെ നിന്നാണ് മാച്ച് ചെയ്യുക. ഇതുപോലെ ഇത് എഡിറ്റർ റഷ്, ഒറിജിനൽ ഉണ്ട്. ഇതൊക്കെ CG ഉണ്ട്, ഇതൊക്കെ CG ആണ്. ഇത് ഫൈനൽ, ഇത് ഗ്രേഡ്, ഇത് ഫൈനൽ ഔട്ടാണ്. അപ്പോൾ അതൊക്കെ CGക്ക് കൊടുക്കാനുള്ളത് CGക്ക്, അത് എഡിറ്റർമാർക്ക് അത് കൊടുക്കുക. പിന്നെ കളർ ചെയ്യാനുള്ള ഫയലുകൾ ഇതുപോലെ എഡിറ്റ് വെട്ടി വൃത്തിയാക്കി മാച്ച് ചെയ്ത് തരണം. അത് മാച്ച് ചെയ്ത് തരേണ്ടതാണ് നമ്മൾ അവിടെ ഗ്രേഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും കൂടെ വന്നിട്ട് ഈ CGക്ക് കൊടുത്തതൊക്കെ റിട്ടേൺ വന്ന് ഇതൊക്കെ CG ആണ് ഇരിക്കുന്നത്. വേറെ ഈ നീല കളറുള്ളതൊക്കെ ഒറിജിനൽ റഷാണ്. പിന്നെ മുകളിൽ വരുന്നതൊക്കെ വേറെ കളേഴ്സിലിട്ടിട്ടുള്ള CG ആണ്. അത് പ്ലേസ് ചെയ്ത് CG വന്നിട്ട് അതിലേക്ക് മാച്ച് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഒറിജിനൽ ഫുട്ടേജാണ്, ഇത് ഗ്രേഡഡാണ് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇതുകൾ വരുന്നത്. സത്യയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ഉണ്ട്. കുട്ടികൾക്ക് ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയും സത്യയ്ക്കുണ്ട്. അപ്പം സത്യയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പം എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിശേഷം?
നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ലൈക്ക് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് ഒരുപാട് ന്യൂ ടാലൻസ് വരുന്നുണ്ട്. ഇപ്പോൾ വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട്. ലൈക്ക് ഇന്റേൺഷിപ്പ് ആണെങ്കിലും പഠിച്ചിറങ്ങും, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് അവരൊരു കാലിബറോ ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ എടുത്തിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവർക്ക് ബേസിക്സ് പോലും ചില ഘട്ടങ്ങളിൽ അറിയുന്നില്ല. ലൈക്ക് ചില ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ജസ്റ്റ് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അവർ വാങ്ങുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മാത്രം വിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ സപ്തേൻ്റെ ഇവിടെയുള്ള എല്ലാവരും മിക്ക ആൾക്കാരും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഔട്ടാണ്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ന്യൂ ടാലൻസിന് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ തിയറിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽസിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും അത് നമ്മുടെ സപ്ത റെക്കോർഡ്സ് എന്നുള്ള സ്റ്റുഡിയോ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മെയിൻലി അത് ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ലീഡിങ് ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, സൗണ്ടിലും വിഷ്വലിലും. അതായത് ഡയറക്ഷൻ, സിനിമോഗ്രാഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, സൗണ്ടിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് പ്രൊഡക്ഷൻ, സൗണ്ട് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്, ഇതിലെല്ലാത്തിലും വരുന്ന എല്ലാവരും ലീഡിങ് ടെക്നീഷ്യൻസ് ആണ്. അപ്പോൾ ഇവരുടെ അണ്ടറിൽ ഇരുന്നിട്ടാവും ഇവർക്ക് പഠിക്കാൻ പറ്റുക. ആക്ച്വലി വർക്ക് ആൻഡ് ലേൺ എന്നുള്ളൊരു പ്രൊസീജിയറാണ് ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നത്. അതിൽ ഇവർക്ക് പഠിച്ചതിന് ശേഷം ഇപ്പോൾ പഠിച്ചിറങ്ങി നെക്സ്റ്റ് ഡേ മുതൽ ഇവർക്ക് അസിസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഫിൽട്ടർ ചെയ്യുന്നത്. ലൈക്ക് ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്ത് വിടുന്നൊരു പ്രവണത ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, തീരെ ഇല്ല. അത് അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു സെറ്റാണ്, ഒരു 1/1 എന്നുള്ള സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടത്. അതിൻ്റെ ഒരു എഡിറ്റിംഗ്, ഓഡിയോ ആൻഡ് ഇത് മിക്സ് ചെയ്യുന്ന, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പം. കാരണം ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള കുറേ ഭാഗങ്ങൾ, അവിടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം സപ്ത റെക്കോർഡ്സിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്.